ഹലോ എവരിവൺ. ഇന്ന് നമ്മുടെ ലെസൺ 3ന്റെ അടുത്ത പാർട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പാർട്ട്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഗ്രാവിറ്റി എന്താ എല്ലാവർക്കും ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെഫിനിഷൻ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. രണ്ട് ഒബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സണ്ണും എർത്തും, ഒരു പ്ലാനറ്റ് ഒരു സ്റ്റാറാണ്. ചില സമയത്ത് രണ്ട് പ്ലാനറ്റ്സ്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും രണ്ട് തരത്തിലുള്ള ഒരു ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്കൊക്കെ എന്തുണ്ട്, ഒരു മാസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ രണ്ട് ഒബ്ജക്ട്സിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്സിൽ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ഉണ്ട്. അതിൽ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സ് ആണ് എന്ത്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് നമ്മൾ ഈ ഭൂമിയുടെ സർഫസിൽ നിൽക്കുന്നതും, നമ്മൾ പടുത്തുയർത്തിയ ബിൽഡിങ്സ് നിൽക്കുന്നതും, വെള്ളം കടലിൽ നിൽക്കുന്നതും എല്ലാം. അതിനൊക്കെ കാരണം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അല്ലെ. അപ്പം ഇത് രണ്ടും പ്ലാനറ്റ്സ് തമ്മിലോ അല്ലെങ്കിൽ സ്റ്റാറും പ്ലാനറ്റ് തമ്മിൽ മാത്രമല്ലുള്ളത്, ഓരോ ഒബ്ജക്റ്റ് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എല്ലാ ഒബ്ജക്ട്സും നിലനിന്ന് പോകുന്നത്. ഓക്കെ, ഇപ്പൊ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും ചുറ്റുന്നതും, അതേപോലെ തന്നെ സാറ്റലൈറ്റ് പ്ലാനറ്റ്സിന്റെ ചുറ്റും ചുറ്റുന്നതും എല്ലാത്തിനും കാരണം ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് ആണ്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അതിന് വേറൊരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഹോൾഡ്സ് ടു മാസസ് ടുവേർഡ്സ് ഈച്ച് അതർ. രണ്ട് മാസത്തിനെ സ്വന്തം അവരെ അടുത്തേക്ക് ആകർഷിക്കുന്ന ഒരു ശക്തിയാണ് എന്ത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് വലിയ വലിയ മാസുള്ള ഒബ്ജക്ട്സിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ചെറിയ മാസ് ഒബ്ജക്ട്സ് നമുക്കിത് കാണാൻ സാധിക്കില്ല. ഇത് നെഗ്ലിജിബിൾ എന്നാണ് നമ്മൾ ഒഴിവാക്കാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഓൺലി നോട്ടീസബിൾ വെൻ അറ്റ്ലീസ്റ്റ് വൺ ഒബ്ജക്ട് ഇസ് വെരി മാസീവ്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഒബ്ജക്ട് വളരെ വലുതാണെങ്കിൽ നമുക്ക് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് സെക്കൻഡ് ലൈനിന്റെ മീനിങ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്, ഏതെങ്കിലും രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം എർത്തും സണ്ണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും, എർത്തും മൂണും തമ്മിലുള്ളതും എന്ത് തന്നെയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കാരണമാണ് ഇത് ആ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പരസ്പരം വിട്ടുപോകും. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവർ തമ്മിലുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതിനൊക്കെ ഗവേൺ ചെയ്തുകൊണ്ട് ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ ഒരു ഗ്രാവിറ്റേഷൻ ലോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോ പ്രൊപ്പോസ് ചെയ്തിരുന്നു. അപ്പം ഈ ലോ എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മളുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ മാസസിന്റെ മുകളിലാണ്, പിന്നെ അവർ തമ്മിൽ ഡിസ്റ്റൻസിന്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ന്യൂട്ടൺ പറഞ്ഞെന്താ, നമ്മളുടെ ഈ യൂണിവേഴ്സിൽ എല്ലാ ഒബ്ജക്ട്സും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് അവരുടെ മാസസിന് മുകളിലും, രണ്ടാമത്തത് അവർ തമ്മിലുള്ള ദൂരത്തിന് മുകളിലാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡെഫിനേഷൻ പഠിക്കുന്നത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of their masses and inversely proportional to the square of the distance between them. അപ്പം ഒബ്ജക്ട്സ് തമ്മിൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, M1 M2 ആണ് അവരുടെ മാസ് എന്ന് വിചാരിക്കാം. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ എന്താ, ഇവർ തമ്മിലുള്ള ആ മാസിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഫോഴ്സും അതനുസരിച്ചിട്ട് കൂടും. And inversely proportional to the square of the distance between them. Inversely proportional പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൂടുമ്പം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടും. അതേപോലെ ഡിസ്റ്റൻസ്, രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പം അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു വാല്യൂ കൂടുമ്പോൾ മറ്റേ വാല്യൂ കുറയാം. അതിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയുന്നത്. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ശരിക്കുള്ള ഡെഫിനിഷൻ. ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം F ഈസ് ഈക്വൽ ടു, അപ്പൊ ജി എങ്ങനെ വന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം
നമ്മൾ നേരത്തെ എഴുതിയത് എന്താണ്? എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ചില ബുക്കിൽ ഡി സ്ക്വയറിന് എടുക്കും, ചില ബുക്കിൽ ആർ സ്ക്വയറിന് എടുക്കും. അപ്പം ആർ നമ്മൾ സാധാരണ യൂസിന് റേഡിയസിനെ കാണിക്കുന്നതുകൊണ്ടാണ്, പക്ഷെ നിങ്ങളുടെ ബുക്സിലൊക്കെ ആറിനാണ് കാണിച്ചത്, നമ്മൾ ആർ എടുക്കും. അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ മാത്സിലത്തെ റൂൾ എന്താ വെച്ചാൽ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ അവിടെ മാറ്റി ഈക്വൽ സൈൻ ഇടണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് വാല്യൂ അവിടെ കൊടുക്കണം. അതാണ് മാത്സിലത്തെ റൂള്. ഫോർമുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട റൂൾ അതാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ജി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റിനെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഫോർമുലയിൽ എഫ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺസ് ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ ജി. അതിന്റെ വാല്യൂ എന്താണ്? അപ്രോക്സിമേറ്റ് വാല്യൂ 6.674 into 10 to the power of -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഫോഴ്സിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇനി M1 M2 എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ഒബ്ജക്ട്സിന് മാസാണ്, അത് കിലോഗ്രാമിലായിരിക്കണം. ആർ എന്താ? രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, അപ്പോൾ രണ്ട് പ്ലാനറ്റ്സ് ഉണ്ട് വിചാരിക്കാം. ആ രണ്ട് പ്ലാനറ്റ്സിന്റെ സെന്റേഴ്സ് ഉണ്ട്. ആ രണ്ട് പ്ലാനറ്റ്സിന്റെ സെന്റേഴ്സ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ആർ സ്ക്വയർ ആയിട്ട് എടുക്കുന്നത്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ആർ ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഓഫ് ദ ടു മാസസ്. അത് മീറ്ററിലാണ് നമ്മൾ അളക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മാത്തമാറ്റിക്കൽ ഫോർമുല ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ടാവും. ഇനി ഇവിടെ ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റിയുടെ പ്രത്യേകതകളാണ്. പ്രിൻസിപ്പിൾ യൂണിവേഴ്സൽ പറഞ്ഞ എല്ലാ ഒബ്ജക്ട്സിനും ബാധകമാണ്. അപ്ലൈസ് ടു ഓൾ ഒബ്ജക്ട്സ് എവരിവെയർ ഇൻ ദ യൂണിവേഴ്സ്. മ്യൂച്വൽ, പരസ്പരം. അട്രാക്ട് ഈച്ച് അതർ വിത്ത് ഈക്വൽ ഫോഴ്സ്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റും പരസ്പരം ഈക്വൽ ഫോഴ്സിലാണ്, തുല്യ ഫോഴ്സിലാണ് അട്രാക്ട് ചെയ്യുന്നത്. ഇത് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇതൊരിക്കലും റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കില്ല. പരസ്പരം ഒരു അടുത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്, അതായത് ദൂരം കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കുറഞ്ഞു വരും. ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഫോഴ്സ് ഡിക്രീസസ്. ഓക്കെ, പ്രൊപ്പോർഷണൽ ടു മാസ്. അപ്പൊ മാസ് എത്രയാണോ കൂടുതൽ വരുന്നത് അത്രയും ഫോഴ്സും കൂടും. ലാർജർ മാസസ് ക്രിയേറ്റ് സ്ട്രോങ്ങർ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. ക്ലിയർ ആയാലും ഇതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഒന്ന്, എന്തുകൊണ്ടാണ് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്? അതിനൊരു ആൻസർ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ എന്തുകൊണ്ടാണ് മൂണ് എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒബ്ജക്ട്സ് മുകളിലേക്ക് പോകാതെ താഴോട്ടേക്ക് വീഴുന്നത്? സ്റ്റാർസും ഗാലക്സീസും ഒക്കെ അവിടെ പിടിച്ചു നിൽക്കുന്ന എന്തുകൊണ്ട്? ഇവരൊക്കെ എന്തുകൊണ്ടാണ് പരസ്പരം വിട്ടുപോകാത്തത്? അതിനൊക്കെ നമുക്ക് ആൻസേഴ്സ് ഇത് ഈ ലോ വെച്ചിട്ട് പറയാൻ പറ്റും. ടൈഡ്സ് കോസ്ഡ് ബൈ ദ മൂൺസ് ഗ്രാവിറ്റി. അപ്പൊ മൂണിന്റെ ഗ്രാവിറ്റിന്റെ കാരണമാണ് നമ്മളുടെ കടലിലെ തിരമാലകളൊക്കെ ഉണ്ടാവുന്നത്, ടൈഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ലോ ആണ് എന്ത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു എർത്തിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ഒബ്ജക്റ്റിനും അതിന്റെ സെന്ററിലേക്ക് ഇത് പിടിച്ചു വലിക്കും. എല്ലാത്തിനും സെന്ററിലേക്ക് പിടിച്ചു വലിക്കുന്നതുകൊണ്ട് അതെന്താ? ഫോഴ്സ് ആണ്. പിടിച്ചു വലിക്കുന്ന എല്ലാ ഒബ്ജക്റ്റും നമ്മൾ പറയുന്ന പേരാണ് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ചു വലിക്കുന്ന, സെന്ററിലേക്ക് വലിക്കുന്ന കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? അതിനെ പറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാൻ പറ്റും. അപ്പം ഏത് ഫോഴ്സ് വെച്ചിട്ടാണോ എർത്ത് എല്ലാ ഒബ്ജക്ട്സിനെയും അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കുന്നത്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും. ഇനി നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ പഠിച്ച കാര്യമാണ്, ഒരു ഒബ്ജക്റ്റ് ഒരു പൊസിഷനിൽ വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പം ഇതിന്റെ വെലോസിറ്റി മാറും അല്ലെ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി u ആണ് വിചാരിക്കുക, ഫൈനലായിട്ട് നോക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി v ആണ് വിചാരിക്കുക. അപ്പം വെലോസിറ്റി തുടക്കത്തുനിന്ന് അവസാനം എത്തുമ്പോഴത്തേക്ക് വെലോസിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ വെലോസിറ്റി മാറുമ്പം തീർച്ചയായിട്ടും അതിനകത്ത് ആര് ഡെവലപ്പ് ചെയ്യും? ഒരു ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യും. ആക്സലറേഷൻ എന്ന് പറയുന്ന മൂവ്മെന്റൽ ഒബ്ജക്റ്റിന്റെ പ്രത്യേകതയാണ്. വെലോസിറ്റി സമയാനുസരിച്ച് മാറുമ്പം നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ആക്സലറേഷൻ. ഓർ ആക്സലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഓരോ പ്രത്യേക സമയത്തിനുള്ളിൽ
ഈ വെലോസിറ്റിയിൽ വരുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ ഫോർമുല വരിക, വി മൈനസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. അപ്പൊ ഇവിടുന്ന് ഇവിടെ എത്ര സമയത്തുണ്ടാണ് ഇത് എത്തിയത്, അപ്പം ആ സമയത്ത് ഉണ്ടായ വെലോസിറ്റി വ്യത്യാസം എന്താണ്, അതിന് നമ്മൾ എടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണത് ആക്സിലറേഷൻ. അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ ഓർമ്മിക്കുക. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ എന്തുവരും, വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അളവിലായിരിക്കും വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുക. ആ അളവിനെ നമ്മൾ എന്ത് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്ത് എല്ലാത്തിനെ പിടിച്ച് സെന്ററിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് മുകളിൽ താഴോട്ടേക്ക് വീഴാൻ വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കോക്കനട്ട് ട്രീന്ന് നേരെ ഭൂമിയിലേക്ക് വീഴുമ്പോൾ അതിപ്പം അത് ഇനീഷ്യൽ പൊസിഷനിലായിരുന്നു, വെലോസിറ്റി 0 ആയിരുന്നു. പക്ഷെ അത് വീഴാൻ തുടങ്ങി കഴിയുമ്പം അതിനകത്ത് യൂണിവേഴ്സ് 0 എന്നുള്ളത് ചിലപ്പോൾ നിലത്തെത്തുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി ചിലപ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പൊ ഈ മാറ്റം ഇതിനെടുത്ത സമയം ഒരു 3 മിനിറ്റ്സ് ആണ് വിചാരിക്കുക, എസ്യൂം ചെയ്യാം. 3 മിനിറ്റ്സ് കൊണ്ടാണ് 0 എന്ന് ഇത് 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് അല്ലെ വെലോസിറ്റി ഉണ്ടായത്. അപ്പം വെലോസിറ്റി എത്ര മാറി നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് അതിന്റെ ആക്സിലറേഷൻ. അത്രയും സ്പീഡിലാണ് ഇത് താഴെ വന്ന് വീഴുന്നതെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം എന്താ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഗ്രാവിറ്റി ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പിടിച്ചു വലിക്കുമ്പം അതിന്റെ വെലോസിറ്റി മാറിയിട്ടുണ്ടാവും. ആ മാറ്റം വരുമ്പം അതിനകത്ത് ഒരു ആക്സിലറേഷൻ വന്നിട്ടുണ്ടാവും. ആ ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് നമ്മൾ എ എന്ന് വിളിക്കുന്നത്, ജി എന്ന് വിളിക്കുന്നത്? അതിന്റെ ഒരു കാരണമുണ്ട്. ഈ ആക്സിലറേഷൻ ഉണ്ടാവുന്ന ആര് കൊണ്ടാണ്? ഈ ഒരു ഒബ്ജക്റ്റ് മുകളിൽ താഴേക്ക് വീഴുമ്പോൾ ഭൂമി അതിനെ പിടിച്ചു വലിക്കുന്നത്, അല്ലെ? ഭൂമിന്റെ ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി പിടിച്ചു വലിക്കുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഉണ്ടാവുന്ന ആര് കൊണ്ടാണ്? ആ ഗ്രാവിറ്റി കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ പറയുന്നത് നമുക്ക്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് an object speeds up as it falls freely under the influence of gravity alone. ഗ്രാവിറ്റിന്റെ ഇൻഫ്ലുവൻസിൽ മാത്രം താഴേക്ക് വരുമ്പം ഇത് എത്ര പെട്ടെന്നാണ് സ്പീഡ് കയറി വരുന്നത്, അതിന്റെ ഒരളവാണ് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറഞ്ഞു തരുന്നത്. ഹൗ ഫാസ്റ്റ് ഡസ് an object get faster when it's falling? എത്ര പെട്ടെന്നാണ് ഒരു ഒബ്ജക്റ്റ് ഫാസ്റ്റ് ആയിട്ട് വരുന്നത് താഴേക്ക് വീഴുമ്പം? അതിനൊരളവാണ് ആര് തരുന്നത്? നമ്മളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജി തരുന്നത്. ഇനി എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ഒരു 9.8 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എടുക്കാറുണ്ട് പ്രോബ്ലം എന്നൊക്കെ ചെയ്യാൻ പറയുമ്പോൾ. ഓക്കെ, അപ്പം എന്താണ് ഇതിനർത്ഥം? ദിസ് മീൻസ് ദാറ്റ് എവറി സെക്കൻഡ് an object falls, its speed increases by 9.8 meters per second. അതിനർത്ഥം എന്താ വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് എത്രയായിട്ട് കൂടും? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതിലൊരു ടേബിൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു ബോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു. ഒരു സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പോകുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ 9.8 പ്ലസ് 9.8 19.6 ആയിട്ടുണ്ടാവും. 3 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ സ്പീഡ് എന്തായിട്ടുണ്ടാവും? ഈ 19.6 കൂടെ 9.8 കൂടെ ആഡ് ചെയ്തപ്പോൾ 29.4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ തോറും ഈച്ച് സെക്കൻഡ് it gets 9.8 meter per second faster. 9.8 meter per second അതിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അതിന്റെ മീനിങ് അത്രയേ ഉള്ളൂ. ആ ഒരു പ്രത്യേക കോൺസ്റ്റന്റ് വാല്യൂലായിരിക്കും എർത്ത് ഇതിനെ താഴോട്ടേക്ക് വലിക്കുന്നത്, ഫോഴ്സ് കൊണ്ട് വലിക്കുന്നത്. അപ്പം ഓരോ വലിക്കുന്നതോറും ഓരോ സെക്കൻഡ് കഴിയും തോറും 9.8 പ്ലസ് 9.8 പ്ലസ് 9.8 എത്ര സെക്കൻഡാണ് അത് താഴോട്ടേക്ക് വരാൻ എടുക്കുന്നത്, അത്രയും 9.8 എന്ത് ചെയ്യുന്നുണ്ടാവും? ആഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതെല്ലാ ഒബ്ജക്റ്റിനും സെയിം ആയിരിക്കും. ഒരു ഫെദർ, ഒരു തൂവലും നമ്മൾ ഒരു ബോളും ഒരേ സമയം താഴോട്ടേക്ക് ഇടുമ്പം നോർമൽ ലൈഫിൽ നമ്മൾ കാണുന്നതാണ് അല്ലെ, തൂവൽ മെല്ലെ വരുള്ളൂ, പക്ഷെ ബോൾ താഴേക്ക് വരും. പക്ഷെ ഇതേ സാധനം നമ്മളൊരു ഒരു വാക്വം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ എക്സ്പെരിമെന്റിലൊക്കെ ലാബിൽ ചെയ്ത് നോക്കിയതാണ്, ഈ തൂവലും അതേപോലെ തന്നെ ബോളും ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്? താഴോട്ടേക്ക് എത്തുന്നത്. പിന്നെ ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം ഡയറക്ഷൻ ഓൾവേസ് ഡൗൺവേർഡ് ടുവേർഡ് എർത്ത് സെന്റർ. ഓക്കെ,
അപ്പം ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഡസ് നോട്ട് ചേഞ്ച് ആസ് ലോങ് ആസ് യു ആർ നിയർ ദ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിലായിരിക്കുമ്പോൾ ഇതിലൊരു വ്യത്യാസവും വരില്ല. ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കേഷൻ, ഡിഫറെന്റ് ഓൺ അതർ പ്ലാനറ്റ്സ്. അപ്പൊ ഓരോ ഒബ്ജക്റ്റിനും ഓരോ അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ എർത്ത് വിട്ടിട്ട് വേറെ പ്ലാനറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടാവും, ഫോഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. ചില സ്ഥലത്ത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറവായിരിക്കും. അപ്പൊ ലൊക്കേഷൻ അനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും. ഡിഫറെന്റ് പ്ലാനറ്റ്സിൽ ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് എല്ലാ ഒബ്ജക്ട്സും ഒരേ സ്പീഡിൽ താഴേക്ക് വീഴാത്തത്? അല്ലെ? അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ആരെന്നല്ല എല്ലാവർക്കും ഉള്ളൊരു വിശ്വാസമാണ് ഹെവിയർ ആയിട്ടുള്ള ഒബ്ജക്ട് പെട്ടെന്ന് താഴേക്ക് വീഴും. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല. ട്രൂത്ത് എന്താ വെച്ചാൽ നമുക്കതറിയണമെങ്കിൽ നമ്മളൊരു വാക്വം, എയർ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഫെദർ ആണെങ്കിൽ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫെദർ ആണെങ്കിൽ, ഹെവിയർ ആയിട്ടുള്ള അയൺ ഒരു ബ്ലോക്ക് ആണെങ്കിലും ഒരേ സ്പീഡിലാണ് താഴത്തേക്ക് എത്തുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താ വെച്ചാൽ മാസും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഓക്കെ, ഒരു ബന്ധവും ഇല്ല. വൈ? ബിക്കോസ് ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് മോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പുള്ളിങ് ദം. മോർ വെയിറ്റ് ഉണ്ട്, പക്ഷെ വെയിറ്റ് കാരണം ഇവർക്ക് കൂടുതൽ ആക്സലേഷൻ ഇവരുടെ ഇതിൽ ജനറേറ്റ് ചെയ്യേണ്ടി വരും. ദീസ് ടു എഫക്ട്സ് ക്യാൻസൽ ഔട്ട് പെർഫെക്റ്റ്ലി. അപ്പം വെയിറ്റ് കൂടുതലുണ്ട്, അപ്പം കൂടുതൽ ആക്സലേഷൻ വേണ്ടി വരും, കൂടുതൽ ഫോഴ്സ് വേണ്ടി വരും. അപ്പം നെറ്റ് എഫക്റ്റ് നോക്കി കഴിയുമ്പം ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് എക്സ്പീരിമെന്റലി നമ്മൾ ചെയ്തു നോക്കുമ്പം വെയിറ്റ് കുറഞ്ഞ ഒബ്ജക്റ്റ് ആണെങ്കിലും വെയിറ്റ് കൂടുതൽ ഒബ്ജക്റ്റ് ആണെങ്കിലും അത് ഒരേ സ്പീഡിലായിരിക്കും താഴെ എത്തുക. ഓക്കെ, എക്സ്പെരിമെന്റലി ചെയ്തു നോക്കിയ കാര്യം അതാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഈ സംഭവം, ഈ ഒരു തെറ്റിദ്ധാരണ, ഹെവിയർ ഒബ്ജക്റ്റ് പെട്ടെന്ന് താഴേക്ക് വീഴുന്ന തെറ്റിദ്ധാരണ, അത് എയറിന്റെ കേസിൽ മാത്രമേ നമുക്ക് അങ്ങനെ വ്യത്യാസം കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഫെദർ ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പം അറ്റ്മോസ്ഫിയറിൽ കാറ്റുണ്ടാവും. അപ്പൊ ആ ലൈറ്റ് വെയിറ്റ് കാരണം കാറ്റിന്റെ ആ ഒരു റെസിസ്റ്റൻസ് ആണ് ഇതിനെ പെട്ടെന്ന് താഴോട്ടേക്ക് എത്തിക്കാൻ പറ്റാത്തത്. പക്ഷെ ഹെവിയർ ഒബ്ജക്ട് പെട്ടെന്ന് താഴെ എത്തുന്നത് എന്താ വെച്ചാൽ ഈ എയറിന്റെ ഒക്കെ ആ റെസിസ്റ്റൻസ് ഇതിന് ബാധകമല്ല, മാസ് കൂടുതലാണ്. അപ്പൊ എയറിന് ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതാണ് കാരണം. ഓക്കെ, അപ്പൊ റിയൽ ലൈഫ് വെസസ് വെക്വം എന്താ അവിടെ പറയുന്നത്? ഫെദർ ആൻഡ് ബൗളിംഗ് ബോൾ fall at the same rate. വാക്വത്തിലാണെങ്കിൽ എയർ ലോ, ഫെദർ fall slower because air resistance affects it more. ഓക്കെ, ലൈറ്റർ വെയിറ്റ് ആയതുകൊണ്ട് എയറിന്റെ റെസിസ്റ്റൻസ് ഇതിനെ ബാധിക്കും, അതുകൊണ്ട് ഇത് പെട്ടെന്ന് താഴോട്ടേക്ക് എത്തൂല. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. വേറൊരു കാര്യം കൂടി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ എർത്തിന്റെ പല സർഫസസ് ഉണ്ട് അല്ലെ. ഇക്വേറ്ററിന്റെ അടുത്തുള്ള ഭാഗമുണ്ട്, അതേപോലെ പോൾസ് ഉണ്ട്, അതേപോലെ സെന്റർ ഓഫ് ദ എർത്തിന്റെ മൂന്നാമത്തെ ഭാഗമുണ്ട്. അപ്പൊ ഈ എല്ലാ സ്ഥലത്തും, ഈ മൂന്ന് സ്ഥലത്തും നമ്മൾ പറയുന്ന ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരികയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളുടെ ഇക്വേറ്ററിലാണ് ഈ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരുന്നത്. പക്ഷെ കുറച്ച് ഉയരങ്ങളുള്ള പ്രദേശങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന്റെ വാല്യൂ കുറച്ചങ്ങോട്ട് കുറയും, ഡിക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് സീറോ. എർത്തിന്റെ സെന്റർ പോയി കഴിഞ്ഞാൽ ഈ വാല്യൂ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജി അത് സീറോ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ MCQൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ചെറിയൊരു ഡെറിവേഷൻ കൂടി അറിഞ്ഞു വെക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഫോഴ്സ് ഇസിക്കൽ മാസ് ഇൻടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സലറേഷൻ ആണ് നമ്മൾ പഠിച്ചത് ന്യൂട്ടൺ സെക്കൻഡ് ലോ. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്തിനെ പറ്റിയിട്ടാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തായത്? F is equal to mg എന്നായത്. ഇനി നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിരുന്നു. അപ്പൊ അവിടെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു Gmm/r² പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ ഫോഴ്സിന്റെ പകരം എന്ത് ചെയ്യും? ഈ mg എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പകരം എഴുതുന്നുണ്ട്. അപ്പൊ എഫിന്റെ പകരം നമ്മൾ എന്തെടുക്കും? mg എന്നെടുക്കും. ഇസ് ഈക്വൽ ടു Gmm/r². ക്യാപിറ്റൽ M ആണ് ഇവിടെ എടുത്തത്. അത് വലിയൊരു പ്ലാനറ്റ് അതായിട്ട് ബന്ധപ്പെട്ട് കാര്യമായതുകൊണ്ട് എർത്തിന്റെ മാസാണ് ക്യാപിറ്റൽ M. മറ്റേത് വേറൊരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ബോളോ എന്ത് വേണം ആയിക്കോട്ടെ, അതിന്റെ ഒരു
വാല്യൂ ആണ് എടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഈ രണ്ട് എം അങ്ങോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കിട്ടും. ജി ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഇൻ ടു മാസ് ഓഫ് ദ ഒബ്ജെക്ട്. അത് ഏത് പ്ലാനറ്റ് വേണമാവാം, എർത്ത് ആവാം, അതേപോലെ തന്നെ വേറെ മാർസോ എന്ത് വേണേ ആവാം. അപ്പൊ അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് കിട്ടി. അപ്പൊ ഈ ആർ സ്ക്വയർ എന്താ? ആ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആ പ്ലാനറ്റിന്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താ? ആ പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവൻലി ഒബ്ജക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ റേഡിയസ് ആണ് നമ്മളവിടെ ആറിന്റെ പകരം കൊടുക്കേണ്ടത്. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇത്. ക്ലിയർ ആയല്ലോ? അപ്പം എർത്തിന്റെ മാസും എർത്തിന്റെ റേഡിയസിന്റെ അളവും ക്യാപിറ്റൽ ജി ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു വാല്യൂ കിട്ടിയത്. ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം, എന്താണ് ഈ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് മേലെ താഴോട്ടേക്ക് വീഴാം. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി എലോൺ, വേറൊരു ഫോഴ്സ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യാതെ ഗ്രാവിറ്റിന്റെ ഇൻഫ്ലുവൻസിൽ മാത്രം ഒരു ഒബ്ജക്റ്റ് മുകളിൽ താഴേക്ക് വീഴുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അതിന് മാസോ സൈസോ ഷേപ്പോ ഒന്നും ബാധകമില്ലാതെ ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അപ്പോഴുള്ള ആ ഒരു വീഴ്ചയ്ക്കാണ് നമ്മൾ എന്താ പറയുന്നത്? ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മളിവിടെ ആ ഇക്വേഷൻ തന്നെ പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടെ ആയിരിക്കും പഠിക്കുന്നത്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് മുകളിൽ താഴേക്ക് വീഴുമ്പോൾ നമുക്കറിയാം അതിന് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പൊ വി ഇസിക്കൽ യു പ്ലസ് എ ടിന്റെ പകരം നമ്മളിവിടെ എന്താ എടുക്കേണ്ടത്? വി ഇസിക്കൽ യു പ്ലസ് ജി ടി എന്നാണ് എടുക്കേണ്ടത്. പക്ഷെ യു 0 ആയതുകൊണ്ട് നമ്മൾ 0 പ്ലസ് ജി ടി എന്ത് തന്നെ എടുക്കും? വെറും ജി ടി എന്ന് എടുക്കും. അതേപോലെ എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണെങ്കിൽ ഇഫ് യു ഇസ് 0 then ut will be 0. അപ്പം h is equal എന്തായിരിക്കും? ഹാഫ് ജി ടി സ്ക്വയർ. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ എസിന്റെ പകരം h ആണ് എടുക്കേണ്ടത്. കാരണം എന്താ? ഹൈറ്റ് ആണ് നമ്മളുടെ ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ട്രാവൽ ഡിസ്റ്റൻസ് എന്താ? ഓയറാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് ഒക്കെ നോട്ട് ചെയ്യാം. അപ്പൊ h is equal ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഇഫ് u is 0. അപ്പൊ ഹാഫ് ജി ടി സ്ക്വയർ മാത്രം. ഇനി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. അത് എപ്പോഴാണ് വരുന്നത്? ഇഫ് u is 0. വി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ പകരം വി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2gh. ഓക്കെ, അപ്പം u 0 ആണെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ 2gh എന്നായി. ഇനി നമ്മൾ ഓൾറെഡി അറിയാം എർത്ത് ഇവിടെയാണ് സർഫസ് വരുന്നത്. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഇത് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും, പ്ലസ് ജി ആയിരിക്കും വരുന്നത്. നേരെ മറിച്ച് ഒരു ബോൾ മുകളിലോട്ടേക്ക് എറിയുമ്പം നമ്മളിത് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആണ് പോകുന്നത്. അപ്പൊ അവിടെയുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? മൈനസ് ജി എന്ന് എടുക്കണം. ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് പ്രത്യേകം എടുക്കണം. ഇഫ് ആൻ ഒബ്ജക്ട് ഇസ് ത്രോൺ ഫ്രം സർഫേസ് ടു അബവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചാടിപ്പോയി ജി എഴുതരുത്, മൈനസ് ജി എഴുതണം. ഓക്കെ, മറക്കരുത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ചെറിയൊരു വ്യത്യാസം വന്ന് യു പ്ലസ് ജി ടി എന്നത് യു മൈനസ് ജി ടി എന്നാവും, യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നാവും, യു സ്ക്വയർ മൈനസ് 2gh എന്നാവും. എപ്പോഴാണത്? ഇഫ് എ ബോഡി is thrown vertically up with an initial velocity u to a height h, there will be a retardation. ആക്സലേഷൻ മൈനസ് ജി ആവും. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഇവിടെ ഗ്രാവിറ്റി കാരണം അത് തിരിച്ച് താഴോട്ടേക്ക് തന്നെ വരും. അപ്പൊ ഒരു പോയിന്റിൽ എത്തുമ്പം അതിന്റെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ആ മാക്സിമം വെലോസിറ്റി വീണ്ടും അത് താഴേക്ക് വരുമ്പം 0 എന്നാണ് തുടങ്ങുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എറിയുമ്പം മൈനസ് ജി, താഴേക്ക് വരുമ്പോൾ പോസിറ്റീവ് ജി. ഇത് മറക്കാതിരിക്കുക. ഇനി എന്താണ് ഈ മാസും വെയിറ്റ് എന്ന് പറയുന്നത്? മാസും വെയിറ്റും എന്താ? അപ്പൊ നമ്മളുടെ കയ്യിൽ പെന്നോ പെൻസിലോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ പെന്നോ പെൻസിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു പ്രത്യേക മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ പെൻസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മരം കൊണ്ടാണ് അല്ലെ? അതിനകത്ത് പെൻസിലിന്റെ ലെഡ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആകെ എത്ര മരാണോ എത്ര ലെഡ് ആണോ ഉള്ളത് അതിനെയാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓൾ ദ ഒബ്ജക്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ അല്ലെ? മാറ്റർ കൊണ്ടാണ് എല്ലാ ഒബ്ജക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാറ്റർ സോളിഡ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് ഗ്യാസ് ആയിട്ടൊക്കെ എക്സിസ്റ്റ് ചെയ്യും, ശരിയല്ലേ? അപ്പം മാസ് പറഞ്ഞാൽ എന്താണ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. എങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ്.
അപ്പൊ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ ഓർ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഇൻ ആൻ ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഒരു സാധനം കൊണ്ടായിരിക്കില്ല, മെറ്റീരിയൽ കൊണ്ടായിരിക്കില്ല. അപ്പൊ അതിൻ്റെ അകത്ത് എത്ര മെറ്റീരിയൽ ഉണ്ടോ ആ മെറ്റീരിയലിന്റെ അളവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത്. മാസ് ഒരിക്കലും മാറൂല, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഇസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എർത്ത് അട്രാക്ട്സ് ആൻ ഒബ്ജക്ട് ടുവേർഡ്സ് ഇറ്റ് സെന്റർ. അപ്പൊ എത്ര ഫോഴ്സ് വെച്ചിട്ടാണ് ഒരു ഒബ്ജക്റ്റിനെ എർത്ത് അതിന്റെ സെന്ററിലേക്ക് പിടിച്ചു വലിക്കുന്നത്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വ്യത്യാസം നമുക്ക് നോക്കാം. മാസ് എന്താ? എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ആൻ ഒബ്ജക്റ്റ്. കിലോഗ്രാമിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് എവിടെ പോയി കഴിഞ്ഞാലും, ഏതൊരു പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം മാറ്റർ വ്യത്യാസം വരുന്നില്ല അല്ലെ. 1 കിലോഗ്രാം എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിനോ അല്ലെങ്കിൽ ആറ്റംസോ ഒരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് മാസ് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ്. എർത്ത് എത്ര ഫോഴ്സ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് അതിന്റെ സെന്ററിലേക്ക് വലിക്കുന്നത്, ആ ഫോഴ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ന്യൂട്ടൺസ് ആണ്. അപ്പൊ ഗ്രാവിറ്റിയിൽ വരുന്ന വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പം എർത്തിന്റെ മുകളിൽ ഗ്രാവിറ്റിന്റെ വാല്യൂ 9.8 ന്യൂട്ടൺ ആണ്. പക്ഷേ ഗ്രാവിറ്റി ഓൺ മൂൺ ഇസ് ഓൺലി അപ്രോക്സിമേറ്റ്ലി 1.6 ന്യൂട്ടൺ. ഓക്കെ, അത്രയുള്ള അവിടെ. കാരണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറവാണ് മൂണില്. അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. 1/6 ഓഫ് വെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ വെയിറ്റ് ഭൂമിയിൽ 36 ആണ് വിചാരിക്കുക. അപ്പൊ അയാളുടെ വെയിറ്റ് എന്തായിരിക്കും, 1/6 ഓൺ എർത്ത് ആയിരിക്കും ഉണ്ടാവും. അപ്പം 36 × 1 36 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ ആകെ അയാളുടെ വെയിറ്റ് അവിടെ എത്ര ഉണ്ടാവുള്ളൂ, 6 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറവാണ്. എർത്തിൽ 36 കിലോ ഉള്ള ആള് മൂന്ന് പോയി വെയിറ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വെയിറ്റ് എത്ര ഉണ്ടാവുള്ളൂ, 6 കിലോഗ്രാമേ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കുറവാണ്. അപ്പം കണ്ടല്ലോ, വെയിറ്റ് വ്യത്യാസം വരും, പക്ഷെ മാസിൽ ഒരിക്കലും വ്യത്യാസം ഉണ്ടാവില്ല. കാരണം അതിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ള മാറ്ററിന്റെ അളവാണ് എന്ത്, മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഫോർമുല ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജെക്ട് ആൻഡ് മാസ് ഓഫ് ആൻ ഒബ്ജെക്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വെയിറ്റ് എന്താണ്, ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫിസിക്കലി mg നമുക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയാണ്, ഫോഴ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് W എഴുതിയത്. ആക്ച്വലി ഇറ്റ് ഇസ് എ ഫോഴ്സ്, പക്ഷെ നമുക്കിവിടെ വെയിറ്റ് എന്നാ വേണ്ടത്, അതുകൊണ്ട് W എഴുതി. അപ്പൊ വെയിറ്റ് ഇൻ ന്യൂട്ടൺസ്, മാസ് ഇൻ കിലോഗ്രാംസ് ആൻഡ് G എന്താ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് എർത്തിൽ അപ്രോക്സിമേറ്റ്ലി 9.8 m/s² ആണ് വരുന്നത്. ഓക്കെ, ഇനി ബുക്കിന് ഒരു മാസ് 2 കിലോഗ്രാം ആണ്. എർത്തിലാണെങ്കിൽ എത്രയാണ്, മാസ് ഇൻറ്റു ഗ്രാവിറ്റി 9.8 × 2 ചെയ്താൽ 19.6 ന്യൂട്ടൺസിന് കിട്ടി. ഇനി മൂണിന്റെ ഗ്രാവിറ്റിനകത്ത് നമ്മൾ അവിടെ കണ്ടുവച്ചിരുന്നു 1.6 ആണ്. ഡയഗ്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 × 1.6 3.2 ന്യൂട്ടൺസേ ഉള്ളൂ. ഓക്കെ, കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ എത്രയേ ഉള്ളൂ, 1.6 m/s² ഉള്ളൂ. ഇനി സ്പേസിലാണ് നമ്മൾ ഈ നോക്കുന്നെങ്കിലോ വെയിറ്റ് വിൽ ബി 0, കാരണം അവിടെ ഗ്രാവിറ്റി ഇല്ല. ഓക്കെ, വാക്വം ആണ്, അവിടെ ഗ്രാവിറ്റി ഇല്ല, 0 ന്യൂട്ടൺസ് ആയിരിക്കും. ഓക്കെ, ഇനി മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം. വാട്ട് ഇറ്റ് മെഷേഴ്സ്, എമൗണ്ട് ഓഫ് മാറ്റർ ആണ് മാസ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. യൂണിറ്റ് കിലോഗ്രാം ആണ്. വെയിറ്റ് ന്യൂട്ടൺസ് ആണ്. ബാലൻസ് സ്കെയിലാണ് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും സ്കെയിലോ ഫോഴ്സ് മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചേഞ്ച് ലൊക്കേഷൻ വരുമ്പോൾ മാസിൽ വ്യത്യാസം വരില്ല. പക്ഷെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രാവിറ്റിന്റെ മുകളിലാണ് വെയിറ്റ്. ഇത് നമുക്ക് പ്രത്യേക എന്തില്ല, മാസിന്റെ ഫോർമുലാസ് ഒന്നുമില്ല. വെയിറ്റ് കണ്ടുപിടിക്കാൻ മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സാമ്പിൾ 7 കിലോഗ്രാം പേഴ്സൺ ആണെങ്കിൽ 686 ന്യൂട്ടൺ ഓൺ എർത്ത്, 114 ന്യൂട്ടൺസ് ഓൺ മൂൺ ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മളുടെ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.